ഷോർട്ട് കട്ട് കീസിന്റെ യൂസ് റിവ്യൂ നോട്ട്സ് എഴുതുന്നിടത്തും യൂസ്ഫുൾ ആണ്. റിവ്യൂ നോട്ട്സിന് നമുക്ക് വേണമെങ്കിൽ പാറ്റേൺസ് നേരത്തെ ബിൽഡ് ചെയ്ത് വെക്കാം. ആ പാറ്റേൺസ് അനുസരിച്ച് അവിടെ വന്നോളും. അതേ ഷോർട്ട് കട്ട് കീയിൽ തന്നെയാണ് റിവ്യൂ നോട്ട്സിനുള്ള പാറ്റേൺസ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. റിവ്യൂ നോട്ട്സിൽ സാധാരണഗതിയിൽ നമ്മൾ ആ നോട്ട്സ് മാത്രമാണ് പാറ്റേൺ ചെയ്യുക. ഡേറ്റ് നമ്മളല്ലാതെ ഇവിടുന്ന് ഡേറ്റ് സെലക്ട് ചെയ്തെടുത്ത് റിവ്യൂ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. വാട്സപ്പോ SMS ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിവ്യൂ ഡേറ്റിന് 24 മണിക്കൂർ മുമ്പ് അവർക്ക് വാട്സപ്പ് പോകും, നിങ്ങൾക്ക് ഇത്രാം തീയതി ഇന്ന കാര്യം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സോ അതെല്ലാം വർക്ക് ചെയ്യുന്നത് ഈ റിവ്യൂ നോട്ട്സ് സെറ്റ് ചെയ്യുന്നതാണ്. ഡോക്ടർ ഇവിടെ എഴുതുന്ന നോട്ടാണ് ആ വാട്സപ്പിലെ മെസ്സേജ് ആയിട്ട് പോവുക, അത് ഓർക്കണേ. അത് പേഷ്യന്റ് കാണാൻ പോകുന്ന മെസ്സേജ് ആണ് റിവ്യൂ നോട്ടിൽ എഴുതുക. ഈ പേഷ്യന്റ് കാണണ്ടാത്ത മെസ്സേജ് ആണ് ഇപ്പൊ ഒപ്താൽമോളജിസ്റ്റ് അടുത്ത റിവ്യൂവിന് വരാൻ പറഞ്ഞിട്ട് അടുത്ത റിവ്യൂവിന് പേഷ്യന്റ് വരുമ്പോ നമ്മുടെ ഡയലേഷൻ ചെയ്തിട്ട് എൻ്റെ അടുത്തേക്ക് വിടണം എന്ന് പറയണം. ഇത് പേഷ്യന്റിന്റെ അടുത്തല്ലല്ലോ പറയേണ്ടത്. സോ വരുന്ന കൗണ്ടറിലാണ് അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ താഴെയുള്ള കോളമാണ് നമ്മുടെ എംപ്ലോയീസിനോട് അടുത്ത റിവ്യൂവിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യം എഴുതാനുള്ള സ്ഥലം. ക്ലിയർ ആയില്ലേ?